ഈ പ്രചരണത്തിൽ കളം പിടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അത് തിരഞ്ഞെടുപ്പ് അതല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയമായ ചൂടനയല്ല. ഈ തിരഞ്ഞെടുപ്പിൽ ആരെല്ലാമാണോ തിരഞ്ഞെടുപ്പിനെ നേരിടുവാനായിട്ട് മാനിഫെസ്റ്റോയും അതുപോലെയുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും മുന്നോട്ട് വെച്ചത്, ആശയങ്ങൾ മുന്നോട്ട് വെച്ചത്, അത്തരം ആശയങ്ങൾ ജനങ്ങൾ എത്രത്തോളം അംഗീകരിച്ചു എന്നുള്ളതാണ്. അതായത് ആശയ ദൃഢതയുടെ കരുത്ത്, ജനപക്ഷ വികസനത്തിൻ്റെ കരുത്ത്, അതുപോലെ തന്നെ ദേശീയ കാഴ്ചപ്പാടിൻ്റെ കരുത്ത്, ഐക്യത്തിൻ്റെയും അഖണ്ഡതയുടെയും ഭാരതമാകെ ഒരൊറ്റ രാജ്യമാണെന്നുള്ള സ്വപ്നത്തിൻ്റെയും എല്ലാം ആ കരുത്ത് ആരാണ് ജനങ്ങൾക്ക് പകർന്നത് എന്നുള്ളതും മതേതര സ്വഭാവത്തിൻ്റെ കരുത്ത് ആരാണ് മുന്നോട്ട് വെച്ചത് എന്നുമാണ്. സത്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തകർച്ചയുടെ വക്കിലെത്തി എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞ 2-3 കാര്യങ്ങളിലെ ഒരു രാഷ്ട്രീയമായ, അല്ലെങ്കിൽ അതിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി പറയുകയല്ല, രാഷ്ട്രീയമായി അദ്ദേഹം പറഞ്ഞതിലെ തെറ്റായ ചില സൂചനകൾ നോക്കൂ. ഞാൻ ബാക്കി കാര്യങ്ങൾ പിന്നേക്ക് വരാം. ഒന്ന്, KCയെ കുറിച്ച് താങ്കൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു KC വേണുഗോപാലിന് വിജയിക്കുവാനായിട്ട് പ്രിയങ്കയുടെയോ രാഹുലിൻ്റെയോ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ പ്രിയങ്ക വന്നിട്ടുണ്ട്. പ്രിയങ്ക വന്ന് റോഡ് ഷോ നടത്തുന്നു. അപ്പോൾ രാഹുലിന് വിജയിക്കാൻ പ്രിയങ്ക വേണം എന്നാണോ അദ്ദേഹം പറയുന്നത്? അപ്പോൾ രാഹുൽ അവിടെ വീക്കാണെന്നാണോ പറയുന്നത്? 2, ഇവരുടെ ആശയപരമായ ദൃഢത കുറവ് പോലെ തന്നെ ഒരു ഐക്യം ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഇവിടുത്തെ കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്ററെ അടക്കം ഇന്ത്യ മുന്നണിയുടെ അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വലിയ പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ദ വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പരസ്യം ചെയ്തു. അതിലിപ്പോൾ 2 മുഖ്യമന്ത്രിമാർ ഓൾറെഡി അകത്താണ്. അതിൽ കേജ്രിവാളും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഷിബു സോറനും ഉണ്ടായിരുന്നു. അവർ 2 പേരും തിരഞ്ഞെടുപ്പ് മുൻപേ അഴിമതി കാണിച്ചിട്ട് ജയിലിലായി. അപ്പോൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ നോക്കൂ, ഇവർ തന്നെ ദ വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വെച്ച, ഈ രാജ്യത്തിൻ്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വെച്ച മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് അതേ മുന്നണിയിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ചോദിക്കുന്നു. തിരിച്ചോ, ഈ മുഖ്യമന്ത്രി പറയുകയാണ്, ഞാൻ പഴയ പേര് പ്രധാനമന്ത്രിക്ക് മുൻപ് ജനങ്ങൾ വിളിച്ചിരുന്ന പേരിട്ട് ഞാൻ വിളിക്കണോ, അല്ലെങ്കിൽ ജനങ്ങൾ വിളിക്കുമെന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്വന്തം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഇത്രയൊക്കെ പറയാനുള്ള ധൈര്യം തമാശയ്ക്ക് പണ്ട് ജനങ്ങൾ പറയുന്നത് പോലെ ചാൾസ് രോബരാജിന് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. സ്വന്തം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ DNA ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുക, സ്വന്തം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മണ്ടനാണെന്ന് വിളിച്ചു പറയുക. ഇതെല്ലാം കണ്ടിട്ട് അവരെ എല്ലാം കൂടെ നിർത്തുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് തരം രാഷ്ട്രീയമാണ്, എന്ത് തരം ആശയ ദൃഢതയാണ്, എന്ത് തരം കരുത്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്നാലും ഇതെല്ലാം സഹിച്ച് കോൺഗ്രസ് നിൽക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, അടുത്ത വാദമുഖമായിരുന്നു, നോക്കൂ, ഒരൊറ്റ കാര്യം ഞാൻ മാത്രം പറയാം. 1 ലക്ഷം രൂപ പാവപ്പെട്ട സ്ത്രീകൾക്ക് നൽകും എന്ന് പറയുന്നു. വരുമാനത്തെക്കുറിച്ച് എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ ഒരിക്കലും പറയാറില്ല. കാരണം ടാക്സ് വന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള ജനോപകാര പ്രവർത്തനം നടത്തുന്നതെന്ന് കോൺഗ്രസ് ഒരിക്കലും സമ്മതിക്കാറില്ല. പക്ഷേ മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് മരം കുലുക്കുന്ന, പണം കായ്ക്കുന്ന മരങ്ങളൊന്നുമില്ല കുലുക്കാനെന്ന് അദ്ദേഹം പറഞ്ഞ് ഇത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളെയും കട്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ പാവപ്പെട്ട സ്ത്രീകൾക്കെല്ലാം 1 ലക്ഷം രൂപ വെച്ച് നൽകും എന്ന് പറയുന്നു. നോക്കൂ, ഇവിടെ 80 കോടി ജനങ്ങൾക്കാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഫ്രീ ആയിട്ട് സൗജന്യമായി അരി നൽകുന്നത്. അപ്പോൾ ആ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 80 കോടി ജനങ്ങളിൽ 50% പുരുഷന്മാരാന്ന് വെച്ചാലും മിനിമം 40 കോടി ജനങ്ങളുണ്ടല്ലോ. ആ 40 കോടി പാവപ്പെട്ട സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ വെച്ച് നൽകാമെന്നാണോ കോൺഗ്രസ് പറയുന്നത്? അതേ, അതിലും ഇത്തരത്തിലുള്ള ചില വംശങ്ങൾക്കും ചില പ്രത്യേക മതങ്ങൾക്കും പരിഗണനകളുമുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഒരൊറ്റ നീതിയായിട്ട് കാണുന്നുവെങ്കിൽ, ഇവിടുത്തെ മുഴുവൻ പാവപ്പെട്ടവർക്ക് നൽകുന്നുവെങ്കിൽ 40 കോടി സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ വെച്ച് നൽകുകയാണെങ്കിൽ എത്ര ലക്ഷം കോടിയായിരിക്കും ഈ കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കേണ്ടി വരിക? വർദ്ധിപ്പിച്ചില്ലെങ്കിൽ മറ്റു പല ബഡ്ജറ്റും, ഫിനാൻസിലെ ഡിഫൻസ് ബഡ്ജറ്റും അതുപോലെ തന്നെ ഈ പറയുന്ന ജനോപകാരപ്രദമായ പല കാര്യങ്ങളും, വികസന പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി പോലും വെട്ടിക്കുറയ്ക്കേണ്ടി വരില്ലേ? അപ്പോൾ ഇവർക്കല്ലാണ്ട് വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാനാണ്? അല്ലെങ്കിൽ വരുമാനം
വർദ്ധിപ്പിക്കാൻ എന്ത് പദ്ധതിയാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ മാനിഫെസ്റ്റോൻ്റെ 2 കാര്യം കൂടി പറയാം. അതുകൊണ്ട് ഈ മാനിഫെസ്റ്റോ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ പറ്റിക്കുവാനും ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ പറയുവാനും ജനങ്ങൾക്ക് ഇവർക്ക് സാധിക്കാത്ത ഈ ഇന്ത്യയുടെ ബഡ്ജറ്റിന് സാധിക്കാത്ത തരത്തിലുള്ള തെറ്റായ പ്രവണതകളും ഇതുവരെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായി പറയാത്ത പല കാര്യങ്ങളും കൂടി ഇന്ന് കോൺഗ്രസ് പറയുന്നു. കോൺഗ്രസ് ഒരു മാവോയിസ്റ്റ് സംഘടനയായിരിക്കുന്നു. പല തീരുമാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോൻ്റെ കോപ്പിയായിരിക്കുന്നു. ഞാൻ ആ കാര്യങ്ങളോട് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആശയ ദൃഢതയില്ല കോൺഗ്രസിനെന്ന്. ഇപ്പോൾ നോക്കൂ, CAA വിഷയത്തിൽ ഇതുവരെ കോൺഗ്രസ് പറഞ്ഞതല്ല ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 370 കാര്യത്തിൽ മുൻ നേതാക്കൾ പറഞ്ഞതല്ല ഇപ്പോൾ പറയുന്നത്. രാമജന്മഭൂമി വിഷയത്തിൽ സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുന്നു പറയുന്നത് അത് മാറ്റുന്നു. ചില സംസ്ഥാനങ്ങളിൽ രാമജന്മഭൂമിക്ക് അനുകൂലമായി പറയും, വേറെ ചില സംസ്ഥാനങ്ങളിൽ എതിരായിട്ട് പറയുന്നു. മുത്തലാഖ് വിഷയത്തിലും അതുപോലെ തന്നെ പലയത്തിലും CPM തിരിച്ചു പറയുന്നു. അതുകൊണ്ട് ഈ ഇരു മുന്നണികളും തമ്മിൽ യോജിക്കില്ല. ഇവരുടെ മാനിഫെസ്റ്റോ ദൃഢതയില്ല, ഇവർക്ക് ആശയപരമായ വ്യക്തതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത കാര്യം, ഈ SC ST OBC വിഭാഗങ്ങൾക്കുള്ള വരുമാനം അല്ലെങ്കിൽ നിലപാടുകൾ അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന സുരക്ഷ അതിലെല്ലാം ഇവർ വെള്ളം ചേർക്കുന്നു. ഇപ്പം കർണാടകത്തിൽ മുഴുവൻ ന്യൂനപക്ഷങ്ങളെയും OBC വിഭാഗത്തിലേക്ക് മാറ്റിക്കൊണ്ട് OBC SC ST വിഭാഗങ്ങൾക്കുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും സുരക്ഷയും ഇന്ന് മറ്റുള്ളവർക്ക് കൂടി വിഭജിച്ചു കൊടുക്കുന്ന രീതിയിൽ ഈ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരും മാറിയിരിക്കുന്നു. അതുതന്നെയാണ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യൂസഫ് അലിക്കും കിട്ടുന്ന അതേ ഗുണം തന്നെയായിരിക്കും അവിടെ സെക്യൂരിറ്റിക്ക് നിൽക്കുന്ന പാവപ്പെട്ട ഏതെങ്കിലും അശോകന്റെ SC വിഭാഗത്തിലെ OBC വിഭാഗത്തിലെ ആളുകൾക്ക് കിട്ടുന്ന സമയവും ആ സുരക്ഷയും ആ അവകാശങ്ങളും എല്ലാം അദ്ദേഹത്തിന് കിട്ടും എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്.